ശാരദ ടീച്ചർ ഇപ്പോൾ വി എസിനെ അനുസ്മരിക്കുന്നു. അങ്ങനെ ബഹുമാനത്തോടുകൂടിയേ ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മനസ്സിൽ സഖാവ് എന്നെ സാധനമുള്ളത്. വീട്ടിൽ വന്ന് താമസിക്കാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, സഖാവ് അങ്ങനെയില്ല. മറ്റുള്ള പഴയ സഖാക്കളെല്ലാം എത്രയോ കൃഷ്ണപിള്ളേനെ പോലെയുള്ള എത്രയോ സഖാക്കളെല്ലാം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ കെ പി ആർ ഗോപാലൻ എൻ്റെ അമ്മാവനല്ലേ. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ വീട്ടിൽ വരാത്ത സഖാക്കളില്ല. പക്ഷെ അന്നും സഖാവ് വി എസിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. വി എസിനെ കുറച്ച് ഇതായതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. അടുത്ത കാലത്ത് വി എസിനെ കാണാൻ പറ്റിയിരുന്നോ? ഇല്ല, അടുത്ത കാലത്തൊന്നും ഞാൻ പോയില്ല. പിന്നെ പ്രായം ചെന്ന സമയത്തും വളരെ സജീവമായി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് വി എസ്. ഏറ്റവും പ്രായമെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി പോലും ആയത്. അതെ അതെ, നല്ലൊരു വ്യക്തിയാണ്. അതാണ് എനിക്ക് ഒരു നല്ലൊരു വ്യക്തിൻ്റെ ഉടമയാണ് സഖാവ്. അനാവശ്യമായിട്ട് സംസാരിക്കില്ല. നമ്മളെ സഖാവാണെങ്കിൽ ഇതിങ്ങനെ തമാശകൾ കൂടുതൽ പറയും. പക്ഷേ വി എസ് വെറുതെ ഒന്നും തമാശ പറയില്ല. പക്ഷേ എന്നോട് എപ്പോഴും നന്നായിട്ട് സംസാരിക്കും. ഞാൻ അത്രയല്ലേ എന്തെങ്കിലും ചോദിക്കുള്ളൂ. അല്ല, ഞാൻ അന്നും ഇന്നും വലിയ പോലെ ബഹുമാനിക്കുന്ന ഒരു സഖാവിനെ കൊണ്ട് എനിക്ക് പറയാനുള്ളൂ. ഒരു വി എസിന്റെ സംസാര ശൈലിയൊക്കെ വളരെ പ്രശസ്തമായിരുന്നല്ലോ. സംസാരിക്കുന്ന രീതിയും അതുപോലെ തന്നെ നയനാ സഖാവിന്റെ ആണെങ്കിലും അത് ആ സംസാര രീതിയാണ് എല്ലാവരും പറയുന്നത്. അതെ, അതൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? അല്ല, അത് സഖാവ് എന്നും ആരോട് സഖാവിൻ്റെ ആ രീതിയിലേ സംസാരിക്കുള്ളൂ. സഖാവ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്. സഖാവ് പിന്നെ ഇപ്പം പിന്നെ ഇവരെ പത്രസമ്മേളനത്തിന് പോകുന്നുണ്ടെങ്കിൽ അന്നേരം ഇയാളൊരു വിളി വരുന്നുണ്ടാവും വി എസിൻ്റെ. അപ്പോൾ വി എസുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് അങ്ങനെ പല പ്രാവശ്യം ഞാൻ കേൾക്കുന്നതാണ്. ആവശ്യത്തിന് വിളിക്കുന്നത്, അല്ലാണ്ട് ഞാൻ വെറുതെ ഒന്നും. അദ്ദേഹം വലിയൊരു നേതാവാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. വലിയൊരു നേതാവാണ്. ഞാനെന്നും ബഹുമാനിക്കുന്നൊരു സഖാവാണ്. ഞങ്ങൾ കുടുംബമായിട്ട് വളരെ സ്നേഹത്തിലാണ്. ഇതിൽ തന്നെ എനിക്ക് പിന്നെ എനിക്കിപ്പോൾ ഈ വയസ്സ് ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല. അങ്ങനെയൊന്നും അല്ല. നിങ്ങളോട് എന്തെങ്കിലും പിന്നെ പത്രക്കാരോട് വളരെ സൂക്ഷിച്ചിട്ടേ സംസാരിക്കാനും പാടുള്ളൂ. എന്തെങ്കിലും തെറ്റുപറ്റുണ്ടാന്ന് വെച്ചാൽ ഞാനൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം. നല്ല ഓർമ്മകളാണുള്ളതല്ല. നല്ല ഓർമ്മകൾ, അതേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിനെ പറ്റി. എല്ലാം നല്ല ഓർമ്മകളെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യം ചോദിച്ചതും ശാരദ ടീച്ചറാണ് വി എസ് അച്യുതാനന്ദനെ ഓർമ്മിക്കുന്നത്. ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ.